ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മരേ കവിതാർഹിക സിംഹായ കല്യാണ ഗുണശാലിനേ ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്ത ഗുരവേ നമഃ. രാമാനുജദയാപാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്തദേശികായ നമഃ. ശ്രീരാമചന്ദ്രന്റെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രകരണമാണ് നമ്മളിപ്പോ കേട്ടതും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനെ ആശ്രയിച്ചതും. ഭരതൻ തൻ്റെ അമ്മയായിരിക്കുന്ന ആ കൈകേയി മൂലമാണ് രാമൻ വനവാസത്തിന് തയ്യാറാകേണ്ടി വന്നത് എന്നുള്ള ഒരു കുറ്റബോധം എപ്പോഴും ഭരതനില് ഉണ്ടായിരുന്നു എന്നാണ്. നമ്മൾ അധ്യാത്മ രാമായണം കേട്ട് പരിചിതമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വാൽമീകി രാമായണത്തിന്റെ വളരെ ആഴത്തിലുള്ള രാമകഥയെ ഒരുപക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടായിരിക്കില്ല. അതിനുള്ള സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകിരിക്കില്ല. കാരണം വളരെ അപൂർവമായിട്ടാണ് വാൽമീകി രാമായണം നടക്കപ്പെടുന്നത്. ഇതിഹാസ ശ്രേഷ്ഠം വാൽമീകി രാമായണം എന്നാണ്. ആദ്യമായിട്ട് എഴുതപ്പെട്ട കാവ്യമാണ്. ഏകദേശം 17 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് സൂചന ആചാര്യന്മാർ പറയപ്പെടുക. 18 പുരാണങ്ങളും അതോടൊപ്പം തന്നെ വേദങ്ങളിൽ നിന്നാണ് പുരാണങ്ങളിൽ നിന്നാണ് ഉപനിഷത്ത്, പിന്നീടാണ് ഇതിഹാസങ്ങള്. നമ്മൾ സൂചിപ്പിച്ചു രാമായണത്തിന്റെ ഒരിക്കൽ കൂടി ആ വാൽമീകി രാമായണത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ പറയുകയാണ്. അവിടെ യജുർവേദത്തിൽ നിന്നുള്ള രാ എന്ന അക്ഷരവും അതോടൊപ്പം തന്നെ ഋഗ്വേദത്തിന്റെ രായും യജുർവേദത്തിന്റെയും അതോടൊപ്പം സാമവേദത്തിന്റെയും അഥർവണവേദത്തിന്റെയും രാമായണം, ഈ 4 അക്ഷരങ്ങളും 4 വേദങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന വാൽമീകി രാമായണം പാരായണം നടക്കപ്പെടുന്നത് വേദജപം തന്നെയാണ്. നമ്മൾ ത്രിവേദ ലക്ഷാർച്ചന നടത്തി 1,000 തവണ. ഇത് നമ്മൾ 4 വേദവും വാൽമീകിയാൽ രചിക്കപ്പെട്ട അന്തർലീനമായിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഏത് പുരാണവും അല്ലെങ്കിൽ ഏത് സ്തോത്രത്തിന്റെ ഉള്ളിലും നമ്മൾ അറിയാത്ത നിരവധി മന്ത്രങ്ങൾ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. നമ്മളൊക്കെ നിത്യം പാരായണം ചെയ്യുന്ന ദേവീ മഹാത്മ്യത്തിലൊക്കെ ഗൂഢമന്ത്രങ്ങളുണ്ട് ദേവിയുടെ 700 ശ്ലോകങ്ങളിലായിട്ട്. അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയിലും 700. ഇവിടെ 7 എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു സംഖ്യ. 7 കാണ്ഡങ്ങളായിട്ട് 647 സർഗങ്ങളായിട്ട് ആ വാൽമീകി എഴുതിയ 24,253 ശ്ലോകങ്ങൾ, 24,000 ശ്ലോകങ്ങൾ. അത് ഗായത്രി മന്ത്രം അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗായത്രി രാമായണം എന്നാണ് വാൽമീകി രാമായണത്തിന് മറ്റൊരു പേര്. സൂചിപ്പിച്ചിരുന്നു. ആദ്യ ശ്ലോകം തപസ്വാധ്യായ നിരതം തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ആ ഗായത്രി മന്ത്രത്തിന്റെ 24 അക്ഷരത്തിന് ഓരോ അക്ഷരത്തിനും 1000 ശ്ലോകങ്ങൾ. 24,000 ശ്ലോകങ്ങളാണ് ഗായത്രി രാമായണം എന്നറിയപ്പെടുന്ന വാൽമീകി രാമായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അധ്യാത്മ രാമായണം കേട്ടാൽ ഒരുപക്ഷെ കേട്ട് പരിചിതമായ നമ്മൾക്കും അതോടൊപ്പം തന്നെ കഥകളും സീരിയലുകളും രാമായണവും ഒക്കെ സീരിയലൊക്കെ ആയിട്ടാണ് നമ്മളുടെ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയത്. എപ്പോഴും നമ്മളെ സംബന്ധിച്ച് രാമൻ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു നായകന്റെ പരിവേഷവും രാവണനും അതോടൊപ്പം തന്നെ മറ്റ് പല കഥാപാത്രങ്ങളും ആ രാമനെ എതിർക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അല്ലെങ്കിൽ പ്രതിനായകന്മാരൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷെ വാൽമീകി രാമായണത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ കഥാപാത്രങ്ങളുടെയും മഹത്വത്തെ മനസ്സിലാകുന്നത്. ഇന്നലെ നമ്മളത് ചർച്ച ചെയ്തു. കൈകേയിയെ ഒരു തരത്തിലും നമുക്ക് തെറ്റു പറയാൻ സാധ്യമല്ല. ഇപ്പോഴത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു അരമണിക്കൂർ മുമ്പ് കേട്ടു. ഭരതൻ ഇങ്ങനെ വിലപിക്കുമ്പോ പറയും, അല്ലയോ ഭരത, കൈകേയിയെ ഒരു തരത്തിലും അമ്മയെ കൈകേയി മാതാവിനെ ഒരു തരത്തിലും ദേഷിക്കരുത്. അമ്മ ചെയ്തത് അമ്മയുടെ ധർമ്മമാണ്. വിവാഹ സമയത്ത് കന്യാശുൽക്കം രാമൻ പറയുന്നു ഭരതനോട്. നമ്മുടെ അച്ഛൻ പണ്ട് വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കൈകേയിയിൽ നിന്നും ജനിക്കുന്ന പുത്രൻ അയോധ്യയുടെ രാജാവാകുമെന്ന് സമ്മതിച്ചതാണ്. അപ്പൊ അച്ഛന്റെ വാക്കിനെ പരിപൂർണമാക്കേണ്ട ഉത്തരവാദിത്തം മക്കളായ നമുക്കില്ലേ ഭരത എന്ന് ചോദിക്കും. അങ്ങനെ അമ്മയെ ഒരു തരത്തിലും അപ്പോഴൊക്കെ അമ്മയോട് ആ വിരോധം ഉണ്ടായിരുന്നു എന്നാണ്.
മാത്രമല്ല നമ്മൾ ഇന്നലെയും പറഞ്ഞു, പലരും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുക. കൈകേയി 2 വരം വാങ്ങിച്ചു. ആ 2 വരം വാങ്ങിക്കാൻ ഭരതൻ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ അഭിഷേകം നടത്തണമെന്ന് പറയപ്പെടുന്നു ദശരഥൻ. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭരതൻ ഉണ്ടായാൽ എങ്ങനെ ഭരതൻ പ്രതികരിക്കുമെന്ന് സംശയമാണ്. മാതുല ഗ്രഹത്തിലേക്ക് അമ്മാവന്റെ വീട്ടില് ചെന്നു. അപ്പോഴായിരിക്കും കാര്യങ്ങൾ ഭരതൻ അറിയുക എന്നാണ് ധരിച്ചത്. പക്ഷെ അവരും പറഞ്ഞിരുന്നില്ല എന്നാണ്. രാമനും പറയുമ്പോഴാണ് ഈ കന്യാശുൽക്കത്തെ കുറിച്ച് ഭരതനും അറിയുന്നത്. പക്ഷെ കൈകേയിയുടെയും മന്ധരയുടെയും ഒക്കെ ധാരണ ഭരതൻ ഇത് അറിഞ്ഞു വന്നാൽ, ഇവിടെ രാമൻ അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുമ്പോ നമ്മളുടെ കുടുംബത്തിൽ ഒരു തമ്മിത്തല്ല്, അധികാര തർക്കം വേണ്ട എന്ന് തീരുമാനിച്ച് ആദ്യം തന്നെ യുവരാജാവായിട്ട് രാമൻ അഭിഷേകം ചെയ്യാമെന്ന ദശരഥൻ തീരുമാനിച്ചത്. പക്ഷേ ഭരതൻ ഭക്തോത്തമനാണ് എന്ന് പിന്നീട് അവർക്ക് പോലും മനസ്സിലാകാത്ത ആളായിരുന്നു ഭരതൻ. നമ്മൾ പറഞ്ഞു ഭാവരാഗതാളം എന്ന് ഒരു തരത്തിൽ പറയാം. മറ്റൊരു തരത്തില് എന്ന് പറയുന്ന ശബ്ദം വെളിച്ചം. ഭാരതീയര് എന്ന് നമ്മൾ അഭിമാനിക്കുന്നതിന്റെ കാരണം ലോകത്തിന് മുഴുവൻ പ്രകാശത്തെ കൊടുക്കുന്നവര്, പ്രകാശത്തെ എപ്പോഴും ആരാധിക്കുന്നവര് ഭാരതീയര്. വെളിച്ചം, അറിവ്. അപ്പൊ നമ്മൾ ഇന്ന് കണക്കാക്കുന്ന ഒരു അതിർത്തി നിശ്ചയിച്ച് ഈ പരിധിക്കുള്ള ഭൂമി അല്ല ഭാരതം. അത് മാത്രമല്ല, എവിടെയൊക്കെ ഈശ്വരപരമായിട്ടുള്ള ജ്ഞാനത്തെ നേടുന്ന അറിവിനെ ആശ്രയിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഭാരതീയരാണ്. അതുതന്നെയാണ് എപ്പോഴും നമ്മളുടെ മഹത്തുക്കളായിട്ടുള്ള ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നവരൊക്കെ എപ്പോഴും പറയുന്നത്. ഇതൊരു ഭൂമി സംബന്ധമായിട്ട് അളന്നെടുത്ത ഒരു ഭൂമിയുടെ പേരല്ല ഭാരതം. അറിവിനെ ആഗ്രഹിക്കുന്നവർ, അറിവിനെ ഉപാസിക്കുന്നവരാണ് ഭാരതീയര്. അതുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ സത്വം അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ് നമ്മളുടെ യഥാർത്ഥ കൈമുതൽ, യഥാർത്ഥ ശക്തി. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. ഒരു കാലഘട്ടത്തില് സ്വാതന്ത്ര്യാനന്തരം ഇവിടെയുള്ള പല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടതല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ആഹാരവും വസ്ത്രവും ഒക്കെ കിട്ടിയ മുറയ്ക്ക് തിരിച്ചയക്കപ്പെട്ടത് ഇവിടെ നിന്നുള്ള അമൂല്യ ഗ്രന്ഥങ്ങളാണ്. പിന്നീട് അതിന്ന് ഇംഗ്ലീഷിൽ തർജ്ജമയിലൂടെ അതൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. നമ്മളൊക്കെ അത് നോക്കിയാണ് ഇപ്പോ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഒരു ഗുണം, അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പണ്ടുള്ള ആ വ്യാഖ്യാനങ്ങൾ ഇന്ന് കിട്ടും. പക്ഷെ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒന്നും ഇന്ന് നമുക്കത് ലഭ്യമല്ല. നിരവധി ഗ്രന്ഥങ്ങളാണ് ഋഷിവര്യന്മാര്, ആചാര്യന്മാര് ഒരുപാട് കാലവുമായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ആ സംസ്കാരത്തിന്റെ പ്രതീകം ആ ഭരതൻ തന്റെ ആ ജ്യേഷ്ഠനെ പ്രണമിക്കുന്നു, തിരിച്ചു വരാനൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ അതിനൊന്നും ആ ശ്രീരാമചന്ദ്രൻ ധർമ്മം പറഞ്ഞു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതേ സ്വഭാവാൽ എന്ന് ഭാഗവതം പറയുന്ന അതേ കാര്യം രാമൻ ഇവിടെ പറയുന്നു ഭരതനോട്. 3 തരത്തിലാണ് തെറ്റുകൾ ചെയ്യുന്നത്. ഒന്ന് വാക്കുകളെ കൊണ്ട്, ഒന്ന് ചിന്തകളെ കൊണ്ട്, ഒന്ന് കർമ്മങ്ങളെ കൊണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് മനുഷ്യര് തെറ്റ് ചെയ്യുന്നത് ഭരത. ആ തെറ്റിനെ ഇല്ലാതാക്കാൻ സദാസമയവും ആ അറിവിനെ നേടണം. ഇന്നലെ ഭരതൻ ശത്രുഘ്നനോട് പറഞ്ഞത് നമ്മൾ സൂചിപ്പിച്ചു. മന്ധരയെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ഭരതൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മന്ധരയല്ല കുറ്റക്കാരി, മന്ധര ചെയ്തത് ഒരു ദാസിയുടെ ജോലിയാണ്. കൈകേയി അല്ല കുറ്റക്കാരി. കൈകേയി ആ മാതാവ് തന്റെ ആ ഭർത്താവിന്, തന്റെ അച്ഛൻ കൊടുത്ത വാക്കിന്, അച്ഛന്റെ വാക്ക്, ഭർത്താവിന്റെ വാക്ക്, തന്റെ മകനോടുള്ള സ്നേഹം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു രാമനെ. എന്തുകൊണ്ട് 14 വർഷം കാനനവാസത്തിന് വിധിച്ചു? 12 വർഷമായിട്ട് ഭരതൻ അവിടെ ഇല്ല. ഒരു വ്യാഴവട്ടക്കാലം അയോധ്യയില് ഭരതനും ശത്രുഘ്നനും ഇല്ല. അപ്പൊ സുപ്രഭാതത്തില് ഭരതന് രാജ്യം ലഭിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കില്ല, രാമന്റെ പുറകെ പോകും. അതുകൊണ്ട് ജനങ്ങള് ഒരു വ്യാഴവട്ടക്കാലമെങ്കിലും മറന്നുകൊണ്ട് ഭരതനെ രാജാവായിട്ട് അംഗീകരിക്കണം. നമ്മളും അങ്ങനെയാണല്ലോ, ഒരു കാര്യം കുറെ കാലം ആവർത്തിച്ചാൽ നമ്മൾ അതുമായിട്ട് ശീലപ്പെടും. അങ്ങനെ ആ 14 വർഷത്തെ വനവാസത്തിന് പുറപ്പെട്ടതും ദശരഥന്റെ ചർമ്മഗതിയൊക്കെ നമ്മൾ അറിഞ്ഞു. ഭരതൻ കൂട്ടിക്കൊണ്ടുവരാൻ വന്നു. ആ സന്ദർഭമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അവിടെ ആ വംശപരമ്പരയൊക്കെ വളരെ ഭംഗിയായിട്ട് വസിഷ്ഠമഹർ, ജാബാലി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജാബാലി എന്ന് പറയും. 8 മന്ത്രിമാര് നമ്മുടെ അവരുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. അതില് വസിഷ്ഠനെ പോലെയുള്ള ഋഷിവര്യന്മാര്, മറ്റ് ആളുകളുണ്ട്. അതിൽ ജാബാലി എന്നറിയപ്പെടുന്ന ആ ഒരു വേദ പണ്ഡിതനാണ്. പക്ഷെ നാസ്തികവാദം, രാമായണത്തിൽ വാൽമീകി സൂചിപ്പിച്ചു ബുദ്ധവാദം. എന്താ ബുദ്ധൻ എന്ന് പറഞ്ഞത് ഒരു പേരല്ല. നമ്മളൊക്കെ പഠിച്ചത് ഗൗതമ ബുദ്ധനെ മാത്രമാണ്. അത് 5ാമത് വരുന്ന ബുദ്ധൻ എന്നാണ്.
നാസ്തികവാദം, ജീവൻ ഈ ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ ഒന്നുമില്ല, പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെയാണ്, ജീവിച്ചിരിക്കുമ്പോഴാണ് നോക്കേണ്ടത്, ജീവിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഈ ശരീരം പഞ്ചഭൂതാത്മകമായി മാറിയ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന വിശ്വാസത്തെ പിന്തുടരുന്നവരാണ് നാസ്തികര്. അത് ജാബാലി ഇവിടെ പറയും. അച്ഛന്റെ വാക്ക് പരിപാലിക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല രാമ, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഉമ്മ എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ജാബാലി പറയുമ്പോ ഇതുവരെ ക്രുദ്ധഭാവം എടുക്കാത്ത രാമൻ വളരെ ഭീഷണമായിട്ട് ക്രുദ്ധഭാവത്തോടുകൂടി ജാബാലിയെ നോക്കി പറയും, എന്റെ അച്ഛനായ ദശരഥൻ സത്യധർമ്മനാണ്, ധർമ്മരാജനാണ്. അങ്ങനെയുള്ള ദശരഥൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങേ പോലുള്ള ഒരാളെ ഈ ഇതുപോലെയുള്ള ഉന്നത സ്ഥാനത്തില് കയറ്റിയിരുത്തി. അപ്പോ വസിഷ്ഠൻ അതിനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറയും, രാമ അങ്ങനെ ജാബാലിയെ ഭർഷിക്കണ്ട, ജാബാലിക്ക് അറിവുള്ള ആളാണ്. ജാബാലി തന്നെ മുന്നിലേക്ക് വന്ന് പറയും, ഭഗവാനെ ഞാനിങ്ങനെയൊക്കെ പറയും, പക്ഷേ എൻ്റെ വേദം പഠിച്ച ആളാണ് ഞാൻ, എൻ്റെ കർമ്മം അനുഷ്ഠിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെ കാണാം. അവർ പറയുന്നത് മുഴുവൻ ഈശ്വരനിന്ദയും ഈശ്വര നിഷിദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അവരും അവരുടെ കുടുംബവും ഇതൊക്കെ ഭംഗിയായിട്ട് ആചരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഇന്നും കാണുന്നു ഈ ജാബാലിമാരെ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ജാബാലിയുടെ ആ ഒരു കാര്യത്തെയാണ് എന്തുകൊണ്ട് അവിടെ എടുത്തു പറഞ്ഞത്. ഇതുവരെ രാമൻ ഭാവം അറിയില്ല എന്നാണ്. രാജാവ് ആകുമെന്ന് പറഞ്ഞപ്പോഴും നാളെ വനവാസത്തിന് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോഴും ഒരു ഭാവവും ഇല്ലാതിരുന്ന, മാറ്റമില്ലാതിരുന്ന രാമചന്ദ്രന് ഇവിടെ ക്രോധം വന്നു ഈശ്വര നിഷേധ കാര്യങ്ങൾ പറഞ്ഞപ്പോ. അതിനെ സൂചിപ്പിക്കാൻ കൂടി ആയിരിക്കാം വാൽമീകി അവിടെ അതിനെ വെച്ചത്. പിന്നീടാണ് ആ പാതുകത്തെ അവിടെ അണിഞ്ഞത്, അല്ലെങ്കിൽ പാതുകത്തെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞ് പാതുകത്തെ എടുത്തുകൊണ്ടുവന്ന് ആ പാതുകത്തിലെ തന്റെ പാദത്തെ സ്പർശിച്ചു. വളരെ വിശേഷപ്പെട്ട ഒരു രംഗം അത് അവിടെ സൂചിപ്പിക്കുന്നത് അതിരോഹാര്യ പാദാദ്യം പാതുകേ ഹേമഭൂഷിതേ ഏതേഹി സർവലോകസ്യ യോഗക്ഷേമം വിദാസ്യത എന്നാണ്. ലോകക്ഷേമത്തിന് വേണ്ടി പാതുകത്തെ തന്റെ പാദങ്ങളെ കൊണ്ട് സ്പർശിച്ചു രാമൻ. ഇതിനെക്കുറിച്ച് ഒരു 750 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിശേഷപ്പെട്ട മഹാപണ്ഡിതനായിരുന്ന, എന്തിനാണ് അദ്ദേഹത്തെ കുറിച്ച് സൂചന തന്നെ, കവിതാർഹിക സിംഹായ എന്നാണ്. കവിതകളിലിരിക്കുന്നതിൽ സിംഹമായിരുന്ന കവിതാർഹിക സിംഹായ കല്യാണ ഗുണശാലിനെ ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്ത ദേശിക. രാമാനുജരുടെ ഒക്കെ 10-ാം നൂറ്റാണ്ടിലാണ്, രാമാനുജരുടെ കാലം 12-ാം നൂറ്റാണ്ടിലാണ്. രാമാനുജരുടെ ശിഷ്യനായ കൂരത്താഴ്വാര് പിന്നീട് ആ പരമ്പരയിൽ വന്നപ്പോ 12-ാം നൂറ്റാണ്ടില് ജനിച്ച ആളാണ് ദേശികൻ. ഇപ്പൊ 750 വർഷം ഒക്കെ പഴക്കമുണ്ട്. നമ്മുടെ രാമായണം എടുക്കുമ്പോൾ അധ്യാത്മ രാമായണം അല്ലെങ്കിൽ ഭാഗവതം ആ ഭാഗവതം എഴുത്തച്ഛനെഴുതി കിൽപ്പാട്ട് ഭാഗവതത്തിൽ എടുക്കുമ്പോഴൊക്കെ സൂചനയുണ്ട്. ദേശികനെ കുറിച്ച് ആദ്യം വന്ദിക്കും. ആ ദേശികൻ പാതുകാ സഹസ്രം എന്നറിയപ്പെടുന്ന 1008 നാമങ്ങളിൽ രാമന്റെ ഈ പാതുകാ സമർപ്പണത്തെ കുറിച്ച് രചിച്ചിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട ഗ്രന്ഥമാണ് പാതുകാ സഹസ്രകം. അത് എഴുതിയത് 3 മണിക്കൂർ കൊണ്ടെന്നാണ്. അതും പറയുന്നു, ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികാകൃതിയും ആധാരം സർവവിദ്യാനം ഹയഗ്രീവം ഉപാസ്മരയിൽ. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഹയഗ്രീവ സ്തോത്രത്തിന്റെ രചയിതാവാണ് ദേശികൻ. ദേശികന്റെ ചരിത്രം തന്നെ നമ്മൾ ഭക്തി നമ്മളിലേക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. ഗുരുവാണ് ആ ദേശികൻ. വളരെ കാലം വളരെ വിശേഷപ്പെട്ട, ഇന്ന് തമിഴ്നാട്ടിലുള്ള വളരെ വിശേഷപ്പെട്ട ഒരു പുണ്യസ്ഥലം, ആ പുണ്യസ്ഥലത്ത് ഗരുഡനെ തപസ് ചെയ്തു എന്നാണ്. ഗരുഡൻ ഒരിക്കല് വന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു, അങ്ങക്ക് നല്ല രീതിയിൽ അറിവ് നേടാൻ ഹയഗ്രീവനെ ഉപാസിക്കണം. അങ്ങനെ ഒരു ഹയഗ്രീവ സ്തോത്രത്തെ ഗരുഡൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. അതാണ് ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികാകൃതിയും ആധാരം സർവവിദ്യാനം ഹയഗ്രീവം ഉപാസ്മരയിൽ. ഈ ഹയഗ്രീവമൂർത്തിയുടെ ധ്യാനം വളരെ 34 ശ്ലോകങ്ങളാണ്. ഇത് ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് അവരുടെ ബുദ്ധി വളരെയേറെ കൂർമ്മതയുള്ളതാണെന്നാണ്. കുട്ടിക്കാലത്തെ ചെറിയ കുട്ടികളെ ഈ 34 ശ്ലോകങ്ങൾ പഠിപ്പിച്ചാൽ പിന്നീട് എന്തും അവർക്ക് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യും.
ശ്രീരംഗത്തെ സന്നിധിയിൽ വെച്ച ഒരിക്കല് ഈ ദേശികനെ വെല്ലുവിളിച്ചു പണ്ഡിതന്മാര്. ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഇദ്ദേഹം 1008 നാമങ്ങള് ഈ പാതുകങ്ങളെ കുറിച്ച് 3 മണിക്കൂർ കൊണ്ട് രചന നടത്തി അത്ഭുതം സൃഷ്ടിച്ച മഹാത്മാവാണ് അദ്ദേഹം. ആ ഗ്രന്ഥത്തെയൊക്കെ അത് തന്നെ യജ്ഞമായിട്ട് നടത്തപ്പെടാറുണ്ട് തമിഴ്നാട്ടിലൊക്കെ. അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പാതുകത്തിന്റെ മാഹാത്മ്യം. അതിന്റെ തുടക്ക ശ്ലോകം തന്നെ ശ്രീരംഗ പൃഥ്വീശ ശരണത്രാണശേഖര ജയന്തി ഭുവനത്രാണ പദപങ്കജരേണവേ എന്നാണ് അതിന്റെ ആരംഭ ശ്ലോകം തന്നെ. അങ്ങനെയുള്ള പാതുകാ സഹസ്രകം ഇതിന് മാത്തമാറ്റിക്സ് ആയിട്ട് വളരെ ഒരു ബന്ധവും കൂടിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ 18ാം നൂറ്റാണ്ട് വരെ ഈ ചെസ് എന്നറിയപ്പെടുന്ന 64 കളങ്ങളുള്ള ഒരു കളിയുണ്ടല്ലോ, മത്സരം ചെസ്. ഇതിലെ ഈ കുതിരയെ, അതറിയുന്നവർക്കറിയാം, കുതിരയെ നീക്കാൻ ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ മാത്രമേ കുതിരയ്ക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അപ്പൊ ഒരിക്കലും ഒരു വലിയ ഒരു ചോദ്യം ഉണ്ടായതാണ്. അത് ഇംഗ്ലീഷിൽ അതിന്റെ പേര് നൈറ്റ്, കെ തുടങ്ങുന്ന നൈറ്റ് ടൂർ എന്നറിയപ്പെടുന്ന ഒരു സംശയം വിദേശ ആളുകൾക്കുണ്ടായി. വിദേശത്തിലുള്ളവർക്ക് വലിയൊരു ചോദ്യം ഉണ്ടായതാണ്. ഈ ഒരിക്കൽ പ്രവേശിക്കാത്ത കളത്തിൽ പ്രവേശിക്കാതെ ഒരു കുതിരയെ 64 കളങ്ങളിലൂടെ സഞ്ചരിപ്പിക്കണം. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ഉത്തരം കിട്ടാതെ നടന്നു എന്നാണ്. പക്ഷേ ഇവിടെ ഈ മഹാത്മാവായിരിക്കുന്ന ദേശികൻ എഴുതിയ 1008 പാതുകാ സഹസ്രത്തിലെ ശ്ലോകങ്ങളെ ഒരു പ്രത്യേക ക്രമത്തിൽ അടയാളപ്പെടുത്തിയാൽ ആ ഓരോ അക്ഷരത്തിന്റെ പുറകയിലൂടെയും ഈ കുതിരയെ സഞ്ചരിപ്പിച്ചാൽ ഇത് അനായാസം ഇതിനെ താണ്ടാന്നാണ്. അത്രയേറെ കഴിവുള്ള മഹാത്മാക്കളാണ് നമ്മളുടെ ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെടുന്നത്. 750 വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് പാതുകാ സഹസ്രകം. വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. എപ്പോഴെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ ഈ അവസരത്തിൽ അത് ഓർക്കുക. ഇവിടെ ചിത്ര പദ്ധതി എന്നാണ് അതിന്റെ പേരും. ഈ ഒരു കർമ്മത്തെ, ഈ ഒരു ക്രിയയെ പിന്നീട് ഇദ്ദേഹം ഭക്തിയിലൂടെ എഴുതിയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ കുതിരയെ, അതിനും പറയുന്നു ഇദ്ദേഹം ഹയഗ്രീവ ഉപാസകനായതുകൊണ്ട് തന്നെ ആ കുതിരയെ മുൻനിർത്തി, കുതിരത്തലയോടുകൂടിയ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിലെ എപ്പോഴും അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു എന്നാണ്. യാദവാഭ്യുദയം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വളരെ വിശേഷപ്പെട്ട അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. ഭാഗവതത്തെക്കാൾ കൂടുതൽ ആഴുന്ന കഥകൾ അതിലുണ്ട്. യാദവാഭ്യുദയം വളരെ ശ്രേഷ്ഠമാണ്. ഏതായാലും ആ വേദാന്ത ദേശികനെ പാതുകാ പൂജ നടത്തിയ അവസരത്തിൽ ഒന്ന് സ്മരിക്കുന്നു. ഇനി രാമായണത്തിൽ തന്നെ മറ്റൊരു സന്ദർഭം പറയും. എന്താണ് ഈ അഭിഷേകത്തിന്റെ പ്രാധാന്യം? നമ്മൾ പല ആവർത്തി അത് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ജലം എടുത്തിട്ടാണ് സങ്കല്പം ചൊല്ലി കൊടുക്കുക, അർഘ്യം കൊടുക്കുക. ജലത്തിന് മെമ്മറി പവർ ഉണ്ട്. അതുകൊണ്ടാണ് ജലം എത്ര കാലം കഴിഞ്ഞ് വറ്റി വരണ്ടാലും പിന്നീട് ഒരു സമയത്ത് വെള്ളം വരുമ്പോൾ അതിന്റെ വഴി അറിയാന്ന് പറയുന്നത്. ജലത്തിന് നല്ല ഓർമ്മശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗംഗാജലം പൂജ കഴിക്കുന്നവർക്കറിയാം. പൂജയില് ഗംഗാജലം, വെറും ജലത്തെ, സപ്തനദികളെ തൊട്ട് പ്രാർത്ഥിച്ചാൽ സാന്നിധ്യം വന്നു എന്നാണ് ജലത്തിന്. അത് തന്നെയാണ് ചില മരുന്നുകളെ സംബന്ധിച്ചും ശാസ്ത്രം പറയുന്നത്. അതിനെ നേർപ്പിക്കുമ്പോൾ, ഒരു വസ്തുവിനെ നേർപ്പിച്ച് വന്നാൽ അതിന്റെ ശക്തി കുറയും എന്നാണ് പറയുന്നതെങ്കിൽ, ജലത്തിലിട്ടാണ് നേർപ്പിക്കുന്നതെങ്കിൽ ആ ജലത്തിൽ ഒരിക്കലും അതിന്റെ മെമ്മറി നശിക്കില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ രാമായണത്തിലും അതിനെക്കുറിച്ചൊരു സന്ദർഭം പറയും. ഈ പാതുകത്തെ ഭരതൻ സ്വീകരിക്കുന്നു. ഈ പാതുക അതേ സ്ത്രീയായിട്ടാണ് സങ്കല്പിക്കുന്നത്. പാതുകാ രാജ്ഞി, ഭഗവാന്റെ പാതുക സ്പർശിച്ച പാതുകത്തെ ഭരതൻ എടുത്ത് സിംഹാസനത്തിൽ ഇരുത്തി നന്ദിഗ്രാമില്, അവിടെ യമുനയുടെ തീരത്ത്, സരയൂന്റെ യമുനാ തീരത്ത് പൂജിക്കപ്പെട്ടു എന്നാണ്. സരയു ആണോ യമുനയാണോ? സരയു ആണെന്ന് തോന്നുന്നു. ഏതായാലും ആ പുണ്യനദിയുടെ തീരത്താണ് ഇരുന്ന് അവിടെ പൂജകളൊക്കെ നടത്തുന്നത്. എല്ലാ ദിവസവും തന്നെ ജലമെടുത്ത് ആ നദിയിൽ നിന്നും, പുണ്യനദിയിൽ നിന്നും ജലമെടുത്ത് പാതുകത്തിൽ, ഇന്ന് നമ്മൾ ചെയ്തതുപോലെ പാതുകത്തിൽ അഭിഷേകം ചെയ്യും. ശത്രുഘ്നന് പ്രസാദമായിട്ട് കൊടുക്കും. ധാരാളം വരുമല്ലോ ബാക്കി. ഇപ്പോൾ തന്നെ നമ്മൾ അഭിഷേകം ചെയ്തു, ഒരു അരത്തൊട്ടിയോളം തീർത്ഥം ബാക്കിയുണ്ട്. ഭരതൻ ഇതെന്ത് ചെയ്തു? ഈ നദിയിലേക്ക് തന്നെ ഇത് സമർപ്പിക്കും. ഇങ്ങനെ വർഷങ്ങൾ പോലെ കഴിഞ്ഞു. എത്രയാ? 13 വർഷവും രാമനും സീതയും ഒരുമിച്ചായിരുന്നു. 14ാമത്തെ വർഷം തുടങ്ങുമ്പോഴാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ 13 വർഷവും എന്ത് ചെയ്തു? ഒരു വ്യാഴവട്ടക്കാലത്തിൽ കൂടുതൽ ഭരതൻ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു.
എല്ലാ ദിവസവും പുണ്യനദിയിൽ നിന്നും ആ തീർത്ഥമെടുക്കും, അഭിഷേകം ചെയ്യും. ആ ബാക്കി വരുന്ന തീർത്ഥത്തെ തിരിച്ച് ജലത്തിൽ സമർപ്പിക്കും. യുദ്ധ ആരംഭത്തിന് തൊട്ടു മുന്നേ വാനരന്മാരോടുകൂടി രാമേശ്വര തീരത്ത് എത്തിച്ചേർന്ന രാമൻ ലങ്കയിലേക്കുള്ള വഴി എങ്ങനെ കിട്ടും എന്ന് വളരെ വിഷണ്ണനായിട്ട് കാത്തിരുന്നു. 3 ദിവസം അവിടെ ജല ആഹാരമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിരാഹാര വ്രതം അനുഷ്ഠിച്ചു എന്നാണ് 3 ദിവസം. എന്നിട്ടും മാർഗം കാണാതെ ഇരുന്നപ്പോ തന്നെ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു, എന്റെ ചാപത്തെ കൊണ്ടുവരൂ. വരുണനെ ഇന്ന് തന്നെ എനിക്ക് വഴി തരാത്തത് തുടർന്ന് രാമൻ അവിടെ പറയുന്നു, വരുണനെ ഇന്ന് തന്നെ ഞാന് ഈ ജലത്തെ മുഴുവൻ ഭസ്മീകരിക്കാൻ തയ്യാറാണ്, ചാപത്തെ തരൂ എന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മണൻ കൊടുത്തില്ല എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല രാമായണത്തില്. യുദ്ധം എന്ന ആദ്യ വാക്ക് കേട്ട തന്നെ ആ ലക്ഷ്മണന് കുറച്ച് ആവേശം കൂടുതലാ, നേരെ ചാടി പുറപ്പെടുന്ന ലക്ഷ്മണനാ. പക്ഷെ ഈ സന്ദർഭത്തില് ചാപം കൊടുത്തില്ല എന്നാണ്. അതിന് കാരണം പറയുന്നത്, ഇത്രയും കാലം രാമൻ അഭിഷേകം ചെയ്ത ജലത്തെ ഈ നദിയിലേക്ക് ഒഴുക്കി, ഈ നദി കൈവഴികളിലായിട്ട് എവിടെ തന്നെ ചെല്ലുന്നത്? സാഗരത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. അതാണ് അപ്പൊ രാമന്റെ അഭിഷേകം ചെയ്ത ജലം സാഗരത്തിൽ ചെന്നാൽ അത് രാമന് തത്തുല്യമാണ്. ഒരു രാമനും മറ്റൊരു രാമനും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ജലദേവതയായ സമുദ്ര ദേവനായ വരുണൻ തന്നെ വന്നുകൊണ്ട് ആ വഴിയെ കൊടുക്കുന്നതും ആ വിശ്വകർമാവിന്റെ അംശത്തില് ജനിച്ച ആ നളനെ കൊണ്ട് അവിടെ ആ സേതുബന്ധനത്തിനെ നിർവഹിക്കാനൊക്കെ തയ്യാറെടുക്കുന്നതും. അപ്പോൾ ഈ ജലത്തിന് അത്രയും ശക്തിയുണ്ട്. അത് സൂചിപ്പിക്കാനാണ് ഈ ഒരു ചെറിയ സന്ദർഭത്തെ രാമായണത്തിൽ നിന്നും തന്നെ ഉദ്ധരിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് അഭിഷേക ജലം. ഇപ്പൊ നമ്മൾ വഴിപാട് എഴുതുന്ന കൗണ്ടറിൽ അഭിഷേകത്തിന് വളരെ പ്രാധാന്യം സമ്പത്ത് അതിന് ചാർജ് കുറവാണ്. അപ്പൊ അത് വളരെ നിസ്സാരമാണെന്ന് നമ്മൾ ധരിക്കരുത്. നിത്യവും അഭിഷേകം മന്ത്രപ്രസനം ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇവിടെയും നമുക്ക് കാണാം ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വേദം തൊട്ട് ജപിച്ച് നമ്മൾ അഭിഷേകം ചെയ്യും. ആ ഭഗവാന്റെ ചൈതന്യവർദ്ധനവിനാണ്. അപ്പോ ജലത്തിന്റെ അഭിഷേകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആ പ്രാർത്ഥനാപൂർവം ഓരോരുത്തരും നടത്തിയ അഭിഷേകം സാക്ഷാൽ ഭഗവാന്റെ സമീപത്ത് ആ പ്രാർത്ഥന എത്തിച്ചേരും, ഒരു സംശയവുമില്ല. ആ പ്രാർത്ഥനകള് നമ്മുടെ തൃക്കളത്തൂര് വാഴുന്ന ശ്രീരാമസ്വാമി കേട്ടുകൊണ്ട് നമുക്ക് വേണ്ട അനുഗ്രഹത്തെ തരട്ടെ. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും കൂടിയുള്ള പ്രാർത്ഥന ഭഗവാന്റെ ശ്രീകോവിലിന്റെ പുനരുദ്ധാരണമാണ്. നമ്മൾ ആരംഭിച്ചത് തന്നെ ആ ഒരു സങ്കല്പത്തിലാണ്. അത് ഭഗവാൻ എത്രയും ഭംഗിയായിട്ട് എത്രയും നേരത്തെ ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ മുന്നിൽ നയിച്ച് അത് നേടിത്തരട്ടെ. നല്ല ഭംഗിയായിട്ട് ഭഗവാൻ ഒരു ശ്രീകോവില്, നമ്മളുടെ ഒക്കെ സ്വപ്നം അത് ഭംഗിയായിട്ട് സാക്ഷാത്കരിക്കാൻ ശ്രീരാമചന്ദ്രൻ, അതോടൊപ്പം തന്നെ ലക്ഷ്മണൻ, സീതാദേവി, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, അങ്ങനെയുള്ള ആ എല്ലാവരോടും കൂടിയാണ് ഈ പാതുക അഭിഷേകം നടത്തപ്പെട്ടത്, രാമൻ ഉൾപ്പെടെ. അപ്പൊ രാമനും നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പുനരുദ്ധാരണ പദ്ധതിയിൽ മുന്നിട്ട് നിന്നുകൊണ്ട് എല്ലാ തരത്തിലും അതിനെ നമുക്ക് ഒരു അനുഗ്രഹമായി തീരാൻ അതിന് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള കാര്യങ്ങൾ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ്. മധ്യാഹ്നത്തിന് ശേഷം രാമചന്ദ്രനും സീതയും ലക്ഷ്മണനും ഒക്കെ അവിടെ നിന്നും വലിയ വലിയ വനങ്ങളിലേക്ക് ദണ്ഡകാരണ്യത്തില് പോകുന്നു. അവിടെ ഋഷിവര്യന്മാരെയൊക്കെ കാണുന്നു. അപ്പോഴാണ് വിശേഷപ്പെട്ട അഗസ്ത്യ ദർശനം. നമ്മുടെ ക്ഷേത്രത്തിലും വളരെ പ്രാധാന്യമാണ് അഗസ്ത്യ ദർശനവും മറ്റ് ലക്ഷ്മണ ഉപദേശവും പിന്നീട് ശൂർപ്പണകാഗമനവും ഒക്കെയാണ് ഇന്നത്തെ ദിനത്തെ ഇനിയുള്ള പാരായണ ഭാഗങ്ങള്. നാളെ വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങള് ഹനുമാനെ കണ്ടുമുട്ടുന്ന രംഗങ്ങളൊക്കെയാണ് നാളെ കിഷ്കിന്ധാകാണ്ഡത്തില്. അതിനോടൊപ്പം മുന്നേ തന്നെ ജടായുവിന്റെ മോക്ഷം, ജടായുവിന്റെ സ്തുതി, ഇതൊക്കെ നമ്മൾ കേൾക്കപ്പെടും. സീതാപഹരണമൊക്കെ അതിനു മുന്നേ തന്നെ. പിന്നീട് ആ ഹനുമൻ സംഗമം. അപ്പൊ ഹനുമാന് വളരെ പ്രാധാന്യമുള്ള ദിനമാണ് നാളെ. ഹനുമാന് സമർപ്പിക്കേണ്ടതൊക്കെ നമുക്ക് നാളെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നാളെ കരിമ്പ് നീര് കൊണ്ടുള്ള അഭിഷേകമാണ് നാളെ നടക്കപ്പെടുക. മറ്റന്നാൾ അതോടൊപ്പം തന്നെ ഹനുമാന് വളരെ വിശേഷപ്പെട്ട അവല നിവേദ്യവും വെറ്റിലമാലയും ഒക്കെ കരിക്ക് അഭിഷേകമാണ് മറ്റന്നാൾ. നാളെ കരിമ്പ് നീരും മറ്റന്നാൾ കരിക്ക് കൊണ്ടുള്ള അഭിഷേകവും. ഇതിനൊക്കെ യഥാവിധി എത്തിച്ചേർന്നുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഈ
രാമായണ നവാഹയജ്ഞത്തില് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. യജ്ഞത്തിന് നമുക്ക് കഴിയാവുന്ന രീതിയിൽ സാന്നിധ്യം കൊണ്ടോ സമർപ്പണം കൊണ്ടോ അന്നദാനത്തിന് വേണ്ട വസ്തുക്കളെ കൊടുത്തുകൊണ്ടോ ഏതെല്ലാം രീതിയിൽ ഈ യജ്ഞത്തില് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തപ്പെടുന്നതാണ്. ഓരോരുത്തരും ഓരോ കാര്യം നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ചേർന്നാണ്. രാമസ്വാമി ഇതൊക്കെ നമ്മുടെ പ്രയത്നത്തെ ഒക്കെ കാണുന്നുണ്ട്. അതിന് വേണ്ട രീതിയിൽ അനുഗ്രഹിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ മറക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു അനുഭവമാക്കി മാറ്റാൻ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ പൂർണ്ണമായിട്ടും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് എത്തിച്ചേർന്ന രാവിലെ മുതൽ നിരവധി ഭക്തജനങ്ങൾ രാമനെ കാണാനും ദർശിക്കാനും ഒക്കെ എത്തി. അവരെയൊക്കെ രാമന്റെ പ്രതിപുരുഷന്മാരായിട്ട് കണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും രാമനായിട്ട് തന്നെ കണ്ട് എല്ലാവരുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള കാര്യങ്ങളെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അന്നദാനത്തിന്റെ സമയമാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭക്ഷണശാലയിലേക്ക് ചെല്ലാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ